എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ശാപം കിട്ടിയ ഹനുമാൻ. ഹനുമാൻ ഒരു അത്ഭുത ബാലനായ ഒരു വലിയ കുസൃതി കുട്ടിയായിരുന്നു. ഒരു അനുസരണയും ഇല്ലായിരുന്നു ഈ കുട്ടിക്ക്. ആശ്രമങ്ങളിൽ കയറി പല ആക്രമണങ്ങളും ഈ കുട്ടിക്കുരങ്ങൻ കാണിക്കുമായിരുന്നു. ആശ്രമത്തിലെ ഹോമകുണ്ടങ്ങളിലെ തീ കെടുത്തുക, ഋഷിമാരുടെ വൽക്കലങ്ങളും മറ്റും വലിച്ചു കീറുക, പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുക, ആശ്രമവും പരിസരവും വൃത്തികേടാക്കുക, ഇങ്ങനെ ആശ്രമവാസികളുടെ ക്ഷമ കെടുത്തുന്ന രീതിയിലായിരുന്നു ഹനുമാൻ്റെ പ്രവർത്തനങ്ങൾ. ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള വരദാനങ്ങളെക്കുറിച്ച് ഋഷിമാർക്ക്, ആശ്രമവാസികൾക്ക് എല്ലാം അവർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എല്ലാം ക്ഷമിച്ച് കഴിയുകയായിരുന്നു. വായുദേവൻ വേണ്ട രീതിയിൽ ഹനുമാന് ഉപദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ഈ കുട്ടി ശ്രദ്ധിച്ചില്ല. വിനാശകാലെ വിപരീത ബുദ്ധി, വരാനിരിക്കുന്ന ആപത്തിൻ്റെ സൂചനയായിരുന്നില്ലേ അത് എന്ന് നമുക്ക് തോന്നാം. ഹനുമാൻ്റെ ഈ ദുശീലങ്ങൾ എല്ലാം അങ്ങനെയാണ് കരുതാൻ പറ്റുന്നത്. സംഭവിച്ചതും അതുതന്നെ. ആശ്രമത്തിലെ താപസന്മാർക്കും ഋഷിവരന്മാർക്കുമൊക്കെ ഹനുമാൻ്റെ ചെയ്തികൾ അസഹനീയമായി തീർന്നു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട തൃണബിന്ദു മഹർഷി സഹിക്കെട്ട് ഹനുമാനെ ശപിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ ചാബല്യങ്ങളാണ് അതെല്ലാം എന്ന് മറന്ന മുനി ഹനുമാനെ ശപിക്കുക തന്നെ ചെയ്തു. എന്തായിരുന്നു ആ ശാപമെന്ന് അറിയണ്ടേ? ഹനുമാൻ്റെ ശക്തി അവൻ സ്വയം അറിയാതെ പോകട്ടെ എന്ന് ശപിച്ചെങ്കിലും ഹനുമാന് ശാപമോക്ഷവരവും നൽകി. അതെന്തായിരുന്നു എന്ന് നോക്കാം. ഹനുമാൻ്റെ ശക്തികളെക്കുറിച്ച് മറ്റൊരാൾ ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വയം അറിയാനിട വരട്ടെ എന്നായിരുന്നു ശാപമോക്ഷം കൊടുത്തിരുന്നത്. എത്ര വരങ്ങളാണ് ദേവന്മാർ ഹനുമാന് നൽകിയത്. അതെല്ലാം ഒരു ശാപം കൊണ്ട് നിഷ്ഫലമാവുക. എന്തിനും ഒരു കാരണം വേണമല്ലോ. അനുസരണക്കേടിൻ്റെ ഫലം. കുട്ടികളിൽ അനുസരണശീലം അത്യാവശ്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? തന്നിൽ മൂത്തവരെ അനുസരിക്കണം. അവർക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എല്ലാവരും കുട്ടികളെ അനുസരണ പഠിപ്പിക്കുക.